ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാളാണ് രോഹിത് ശർമ്മ. മുംബൈ ഇന്ത്യൻസിന്റെ ഇതിഹാസ താരമായ രോഹിത് ക്യാപ്റ്റനായി 5 IPL കിരീടങ്ങൾ നേടിയിട്ടുണ്ട്. ക്യാപ്റ്റൻസിയിൽ മികച്ച റെക്കോർഡ് ഉണ്ടായിട്ടും കഴിഞ്ഞ സീസണിന് മുൻപായി രോഹിത്തിനെ നായക സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി മുംബൈ ഇന്ത്യൻസ് ആരാധകരെ ഞെട്ടിച്ചിരുന്നു. ഇന്ത്യൻ സ്റ്റാർ ഓൾറൗണ്ടർ ഹർദിക് പാണ്ഡ്യയെ ടീമിലേക്ക് തിരികെ എത്തിച്ച അദ്ദേഹത്തിന് നായകസ്ഥാനം നൽകാനുള്ള മുംബൈയുടെ തീരുമാനം ആരാധകരെ കട്ടക്കലിപ്പിലാക്കിയിരുന്നു. ഇതോടെ കഴിഞ്ഞ സീസണിൽ മുംബൈ ഇന്ത്യൻസിൽ കാര്യങ്ങൾ അത്ര സുഖകരമായില്ല. ഡ്രസ്സിംഗ് റൂമിനുള്ളിലും പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. രോഹിത് അടുത്ത സീസണിൽ മുംബൈ വിട്ടേക്കുമെന്നുള്ള അഭ്യൂഹവും ശക്തമായി. അടുത്ത സീസണിന് മുമ്പ് IPL മെഗാ താരലേലം നടക്കാനിരിക്കുന്നതിനാൽ രോഹിത് ശർമ്മ ടീം വിട്ടേക്കുമെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. മുംബൈ വിട്ട് ലേലത്തിലെത്തിയാൽ രോഹിത്തിന് വമ്പൻ ഡിമാൻഡ് ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. നിലവിൽ ലഭിക്കുന്ന സൂചനകൾ വെച്ച് 2025 സീസണിൽ രോഹിത്തിനെ ഏതെങ്കിലും ടീമിന്റെ ക്യാപ്റ്റനായി തന്നെ IPL കാണാൻ സാധിച്ചേക്കും. താരത്തെ ക്യാപ്റ്റനായി ടീമിലെത്തിക്കാൻ സാധ്യതയുള്ള 4 ഫ്രാഞ്ചൈസികളാണ് നിലവിലുള്ളത്. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ആണ് ഇതിൽ മുൻപന്തിയിലുള്ളത്. IPL ആരാധക ബലത്തിൽ മുന്നിലുണ്ടെങ്കിലും ഇതുവരെ കിരീടം നേടാൻ സാധിച്ചിട്ടില്ലാത്ത ടീമാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂർ. കഴിഞ്ഞ 3 സീസണുകളിലും ദക്ഷിണാഫ്രിക്കൻ സൂപ്പർ താരം ഫാഫ് ഡുപ്ലസിസ് ആയിരുന്നു ടീമിന്റെ നായകൻ. 2 തവണ ഡുപ്ലസിസിന് കീഴിൽ പ്ലേ ഓഫിൽ എത്തിയെങ്കിലും ഫൈനലിലേക്ക് യോഗ്യത നേടാൻ സാധിച്ചിട്ടില്ല. അടുത്ത സീസണിൽ ഫാഫിന് പകരം പുതിയ ക്യാപ്റ്റനെ കൊണ്ടുവരാൻ RCB തയ്യാറെടുക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുള്ളത്. IPL ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാളായ രോഹിത് ലേലത്തിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ RCB രംഗത്തുണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. RCB, ഡൽഹി ക്യാപിറ്റൽസ് ടീമുകളെ പോലെ തന്നെ IPL ഇതുവരെ കിരീടം നേടാൻ സാധിച്ചിട്ടില്ലാത്ത ഫ്രാഞ്ചൈസിയാണ് പഞ്ചാബ് കിങ്സും. മുൻ സീസണുകളിൽ ശിഖർ ധവാൻ ആയിരുന്നു ടീമിന്റെ നായകൻ. എന്നാൽ ധവാൻ ക്രിക്കറ്റ് കളത്തിൽ നിന്ന് വിരമിച്ചതിനാൽ അടുത്ത സീസണിൽ പുതിയ നായകനെ കണ്ടെത്താൻ പഞ്ചാബ് നിർബന്ധിതരായിരിക്കുകയാണ്. രോഹിത് മെഗാലേലത്തിൽ ലഭ്യമാവുകയാണെങ്കിൽ അദ്ദേഹത്തെ ടീമിലെത്തിച്ച് ക്യാപ്റ്റനാക്കാനുള്ള ശ്രമങ്ങൾ ഉറപ്പായും പഞ്ചാബിന്റെ ഭാഗത്തു നിന്നുമുണ്ടാകും. 2022 IPL അരങ്ങേറ്റം കുറിച്ച ലക്നൗ സൂപ്പർ ജയൻസിനെ KL രാഹുലാണ് നയിക്കുന്നത്. അടുത്ത സീസണിന് മുമ്പ് രാഹുലിനെ ക്യാപ്റ്റൻസിയിൽ നിന്ന് ഒഴിവാക്കാൻ ലക്നൌവിന് പദ്ധതികൾ ഉണ്ടെന്നാണ് റിപ്പോർട്ട്. രോഹിത് ലേലത്തിൽ ലഭ്യമാണെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി 50 കോടി രൂപ വരെ മുടക്കാൻ ലക്നൗ തയ്യാറായേക്കുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. രോഹിത് മുംബൈ വിട്ടാൽ താരത്തെ ടീമിലെത്തിച്ച് അടുത്ത ക്യാപ്റ്റനാക്കാൻ ലക്നൗ ഫ്രാഞ്ചൈസിയും രണ്ടും കൽപ്പിച്ച് രംഗത്തുണ്ടാകുമെന്ന കാര്യം ഏകദേശം ഉറപ്പാണ്. അതുപോലെ IPL ഇതുവരെ കിരീടം നേടാൻ സാധിച്ചിട്ടില്ലാത്ത മറ്റൊരു ടീമാണ് ഡൽഹി ക്യാപിറ്റൽസ്. നിലവിൽ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഋഷഭ് പന്താണ് ഡൽഹിയുടെ നായകൻ. എന്നാൽ അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയിൽ ഫ്രാഞ്ചൈസി അത്ര സന്തുഷ്ടരല്ലെന്നാണ് സൂചന. ഇതുകൊണ്ട് തന്നെ വരും സീസണിൽ പുതിയ ക്യാപ്റ്റനെ കൊണ്ടുവരാൻ അവർ ശ്രമിച്ചേക്കും. രോഹിത് ലേലത്തിൽ ലഭ്യമാണെങ്കിൽ ക്യാപ്റ്റൻസിയിലേക്ക് അവർ ലക്ഷ്യം വെക്കുക രോഹിത്തിനെ തന്നെ ആവാനാണ് സാധ്യത.